ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹേ മെഡിക്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസമായിട്ട് എനിക്ക് പുതിയ വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം നല്ല റെസ്റ്റിലായിരുന്നു. പുതിയ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നത്. നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ നീറ്റ് എക്സ്പീരിയൻസിനും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഹൗ മൈ ലൈഫ് ചേഞ്ച്ഡ് ആഫ്റ്റർ നീറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രധാന മാറ്റങ്ങളാണ് വന്നത്, എന്തൊക്കെ പോസിറ്റീവ് എനർജീസാണ് വന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിലെ എൻ്റെ പ്രൈമായിട്ടുള്ള 2 വർഷങ്ങളാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചത്. ഇറ്റ് ടേക്സ് സോ മച്ച് സാക്രിഫൈസസ് ടു റീച്ച് ഹിയർ. അപ്പം വളരെ കഷ്ടപ്പെട്ടിട്ടും വളരെ കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടും മാത്രമാണ് എനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം ഇത്രയും സാക്രിഫൈസസ്, ഇത്രയും ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു നീറ്റ് എക്സാം ക്രാക്ക് ചെയ്തപ്പം ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. എൻ്റെ വീട് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എന്ന സ്ഥലത്താണ്. അപ്പം ഞങ്ങളുടെ ഒരു നാടിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബിസിനസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കുകൾ, ചെറിയ മെക്കാനിക്കൽ വർക്കുകൾ, അങ്ങനത്തെ ഒരു വർക്കുകൾ മാത്രം ശീലിച്ച് വരുന്ന ഒരു കൂട്ടം നാട്ടുകാർ മാത്രമുള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ അത്തരമൊരു നാട്ടിൽ നിന്ന്, അത്തരമൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ കരിയർ ഓപ്ഷൻസ് ചൂസ് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് റിപ്പീറ്റും ഒക്കെ ചെയ്തപ്പോൾ ഒട്ടേറെ നെഗറ്റീവ് കമൻറ്റ്സ് മാത്രമായിരുന്നു എൻ്റെ പാരൻസിൻ്റെ ചെവിയിലൂടെ എല്ലാ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇത്രയൊരു ചെറിയ വീട്ടിൽ നിന്ന്, ഇത്രയൊരു ചെറിയ ഫാമിലിയിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ നിലയിലേക്ക് എത്തുന്നു, ചിലവുള്ള ഒരു കാര്യമാണെന്നും എങ്ങനെ ഈ ചിലവൊക്കെ നിൻ്റെ അച്ഛനും അമ്മയും ഒപ്പിക്കുന്നൊക്കെ എന്നോട് ഇഷ്ടം പോലെ നാട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിന് ഈ ഒരു നീറ്റ് എന്ന ജേർണി ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ദ പ്രഷർ വാസ് റിയൽ. എൻ്റെ ഓരോ വർഷം എൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോഴും ദ പ്രഷർ വാസ് റിയൽ. എൻ്റെ കാര്യം ആലോചിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ എൻ്റെ പാരൻസിൻ്റെ കാര്യമാണ് ആലോചിച്ചത്. പുറത്തുള്ളവരോട് എങ്ങനെ ഇവർ പറഞ്ഞു നിൽക്കും, മോൻ ഒരു കൊല്ലം കൂടെ ഇത് ചെയ്യാൻ പോകാമെന്ന് എങ്ങനെ അവർ പറഞ്ഞു നിൽക്കും, ഈ ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ ഫുൾ ടൈം ഓടുകയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പേര് ഉണ്ണി എന്നാണ്. അപ്പം അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ്. അമ്മയുടെ പേര് രചന എന്നാണ്. അമ്മ ഒരു ഹൗസ് വൈഫാണ്. അപ്പം ദ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വാസ് നോട്ട് സ്റ്റേബിൾ ഫോർ അവർ ഫാമിലി. അപ്പോൾ ആകെയുള്ളൊരു ഹോപ്പ് എന്ന് പറയുന്നത് ഞാനൊരു നിലയിലെത്തി, ഞാനൊരു നല്ല ജോലിയൊക്കെ വാങ്ങിയിട്ട് വേണം ഇവരെ രണ്ടാളെ മര്യാദയ്ക്ക് നോക്കാൻ. സോ ദ പ്രഷർ വാസ് റിയൽ. ക്രാക്കിംഗ് നീറ്റ് വാസ് സോ പേഴ്സണൽ ഫോർ മീ. ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമുക്ക് എവിടെ എത്താമെന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് നാട്ടുകാരെ തെളിയിക്കേണ്ട ഒരു സംഭവം കൂടിയായിരുന്നു ഈ ക്രാക്കിംഗ് നീറ്റ്. അങ്ങനെ 2023 റിസൾട്ട് വന്നു. എനിക്ക് വിചാരിച്ച പോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടി. അപ്പം ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ ദ സിനാരിയോ ഓഫ് മൈ ഹോം ടൗൺ ടോട്ടലി ചേഞ്ച്ഡ്. അപ്പം അവിടുന്ന് ഇത്രയും ഒരു നീറ്റ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആദ്യമായിട്ടാണ് ഒരു കുട്ടി ക്രാക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് വേണ്ടി ബാനറുകളൊക്കെ നാട്ടിൽ തൂങ്ങി. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കൊരു ബാനറൊക്കെ അടിക്കുന്നത്. അപ്പം അതൊക്കെ പ്രൗഡായിട്ട് ഞാൻ കണ്ടുവന്നു. ബാനറൊക്കെ തൂങ്ങി. പിന്നെ എല്ലാവരും എൻ്റെ അച്ഛനെയും അമ്മനെയൊക്കെ പ്രശംസിച്ചു. എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരും എൻ്റെ ഹാർഡ് വർക്കിനെ പ്രശംസിച്ചു. മുമ്പ് നീ ജേണിയിൽ എന്നെ കൂകി പറഞ്ഞവരൊക്കെ മിണ്ടാണ്ടിരുന്നു. അപ്പം ഇതൊക്കെ വളരെ പ്രൗഡായിട്ടുള്ള മെമ്മറീസ് ആയിരുന്നു. ഞാൻ ആലോചിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും വളരെ പ്രൗഡായിരുന്നു. അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിലെത്തില്ലായിരുന്നു. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിരുന്നു ഈ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. എൻ്റെ കഴിവിൻ്റെ പരമാവധിയായിട്ടുള്ള ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സീറ്റ് ക്രാക്ക് ചെയ്തു. അപ്പം ഞാൻ അവർക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റായിരുന്നു. എന്നെ ഇത്രയും കാലം പൊന്നുപോലെ നോക്കിയതിന് ഞാൻ കൊടുത്തൊരു ഗിഫ്റ്റായി മാറി ആ ഒരു നീറ്റ് ക്രാക്കിംഗ് മൊമെൻറ്റ്. അപ്പം ഞാൻ ആക്ച്വലി ഐ വാസ് ലിവിങ് ദാറ്റ് 2 months. ഈ നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് അഡ്മിഷൻ കിട്ടുന്നതിൻ്റെ മുന്നേയുള്ള ഈ ഒരു 2 months ഐ വാസ് ആക്ച്വലി ലിവിങ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. അങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ചായിരുന്നു വന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോട് നിന്ന് അമ്പലപ്പുഴയിലേക്ക് ബസ് കയറിയിട്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരുന്നു അഡ്മിഷൻ എടുക്കാൻ വന്നത്. അപ്പോൾ അന്ന് അവിടെ ഞാൻ അനുഭവിച്ച ആൻസൈറ്റി, അവിടെ ഞാൻ അനുഭവിച്ച ഗോസ് ബംസ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാനും അച്ഛനും അമ്മയും സെൽഫിയൊക്കെ എടുത്തിട്ട് നല്ല ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അന്ന് എല്ലാവരും കൂടെ അഡ്മിഷൻ എടുത്ത നല്ല ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം നീറ്റ് ക്രാക്ക് ചെയ്തപ്പോൾ മൈ ലൈഫ് ആക്ച്വലി ചേഞ്ച്ഡ് ഇൻ എ ഗുഡ് വേ. എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് ആയാലും ഞങ്ങളുടെ ഫാമിലിയിലെ സ്റ്റാറ്റസ് ആയാലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ എല്ലാവരും ഞങ്ങളെ റെസ്പെക്റ്റോടെ നോക്കി, എന്നെ റെസ്പെക്റ്റോടെ വർത്തമാനം പറയാൻ തുടങ്ങി. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നീറ്റ് ക്രാക്ക് ചെയ്തപ്പോൾ സംഭവിച്ചു. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഐ ബിക്കെയിം എൻ MPPS സ്റ്റുഡൻറ്റ്. സെപ്റ്റംബർ 4 ഞങ്ങളുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. എന്താണെന്ന് അറിയാണ്ട് എക്സൈറ്റഡ് ആയിട്ട് ഫസ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വൈറ്റ് കോട്ട് സെറമണിക്കായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തത്. ഓടിപ്പോയിട്ട് വൈറ്റ് കോട്ട് വാങ്ങി, കാര്യങ്ങളൊക്കെ വാങ്ങി, വൈറ്റ് കോട്ട് ഫിറ്റിനൊക്കെ ചെയ്ത് നോക്കി, ഫോട്ടോസൊക്കെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്ത്. അങ്ങനെ ദോസ് വർ സം ഓഫ് മൈ പ്രൗഡസ്റ്റ് മെമ്മറീസ്. അപ്പോൾ റൂംമേറ്റ്സ് ആയിട്ട് ഫോട്ടോസ് ഫിറ്റിങ് ചെയ്തു, അച്ഛനും അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. കോട്ടിൽ സൂപ്പറായി എന്നുള്ള കമൻസൊക്കെ തിരിച്ച് കിട്ടി.
അങ്ങനെ വൈറ്റ് കോട്ട് സെറിമണി കഴിഞ്ഞു. അങ്ങനെ കുറേ നല്ല ഓർമ്മകൾ വന്നു. MBBS ജീവിതം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണെങ്കിലും ദോസ് വർ ദ പ്രൗഡസ്റ്റ് മെമ്മറി ഓഫ് മൈ MBBS ലൈഫ് സോ ഫാർ. ഇങ്ങനെ നീറ്റ് എന്ന കോമ്പറ്റേറ്റീവ് ഫേസ് കഴിഞ്ഞിട്ട് ഒരു ശാന്തമായിട്ടുള്ള ഒരു ഫേസിലേക്ക് എൻ്റെ ജീവിതം മെല്ലെ മാറി തുടങ്ങുകയാണ്. MBBS phase, there was not much of a competition here. All we should do is just study and pass our examination. പക്ഷേ ഈ ഒരു പാസിങ് എക്സാമിനേഷൻ ഇത്രത്തോളം ടഫാന്ന് ഞാൻ MBBS വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ MBBSൽ വന്നതിന് ശേഷം പാസ്സിൽ വലിയൊരു ഫാക്ടറാണെന്ന് മനസ്സിലായി, അറ്റൻഡൻസ് വലിയൊരു ഫാക്ടറാണെന്ന് മനസ്സിലായി. ഫസ്റ്റുള്ള ഷോർട്ട് എക്സാമും ഫസ്റ്റുള്ള സെഷണൽ എക്സാമും ഒക്കെ മെല്ലെ പൊട്ടി. അപ്പോൾ അങ്ങനെ പൊട്ടിയപ്പോഴാണ് പാസ്സാവുന്നതിൻ്റെ വില അറിഞ്ഞത്. അങ്ങനെ പാസ്സാവലാണ് സംഭവം. എങ്ങനെയെങ്കിലും അറ്റൻഡൻസ് ഒപ്പിക്കുക, പാസ്സാവുക, ഇതാണ് MBBS എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ബൈ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ബൈ മൈ ഹാർഡ് വർക്ക് ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായി. ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ ഉണ്ട്. ഫസ്റ്റ് ഇയർ 63% ആയിട്ട് പാസ്സായി. ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ പകുതിയായി. ഹോപ്പ്ഫുള്ളി ഐ വിൽ പാസ് ദിസ് ഇയർ ടു. അങ്ങനെ MBBS ഫേസ് ഞാനിപ്പോൾ മര്യാദയ്ക്ക് ആസ്വദിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. 60 ദിവസം കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം എത്താനായി. അപ്പോൾ നീറ്റ് എക്സാമിന് വേണ്ടി നല്ലോണം പഠിക്കുന്ന ഒരു ഫേസിലായിരിക്കും എല്ലാ കുട്ടികളും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഒരു നീറ്റ് ആസ്പിരൻ്റെങ്കിലും എൻ്റെ ലൈഫ് ആഫ്റ്റർ നീറ്റ് മോട്ടിവേറ്റ് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ, നല്ലോണം പഠിക്കുക, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, നെവർ ഗിവ് അപ്പ്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഓരോ ഹാർഡ് വർക്കും, നിങ്ങളിപ്പോൾ ചെയ്യുന്ന സാക്രിഫൈസസ് എല്ലാം നാളെ നിങ്ങൾക്ക് ചിരിക്കാനും നാളെ നിങ്ങൾക്ക് പ്രൗഡായിട്ട് എന്നെപ്പോലെ ഇപ്പോൾ വിളിച്ച് പറയാനുള്ള ഓരോ ഓർമ്മകളായി മാറും. ഞാനിപ്പോൾ പ്രൗഡായി പറയുകയാണ്, ഞാൻ അന്ന് 2 വർഷം മാറ്റിവെച്ച് 2 വർഷം നല്ലപോലെ പഠിച്ചുകൊണ്ടാണ് എനിക്കിന്ന് ഹാപ്പിയായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഓരോ സാക്രിഫൈസും എല്ലാ ഹാർഡ് വർക്കിനും ദൈവം നമുക്ക് കണക്ക് പറഞ്ഞ് ഹാപ്പിയാക്കി തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം നല്ലോണം പഠിക്കുക, നല്ലോണം സ്ട്രെസ് ഇല്ലാണ്ട് പഠിക്കുക. നമുക്ക് ആകെയുള്ളത് 60 ദിവസങ്ങളാണ്. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് അതിൻ്റെ തെറ്റുത്തരങ്ങളൊക്കെ മാറ്റി എഴുതി വെച്ചിട്ട് ആ മാർക്ക് ചെയ്ത് വെച്ച പോർഷൻസ് നല്ലപോലെ കവർ ചെയ്ത് പഠിക്കുക. NCERT ബയോളജി നല്ലോണം വായിക്കുക. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ എന്തെങ്കിലും കണ്ടൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.